കർക്കിടകം ഒന്നായിട്ട് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ വിളക്ക് വെക്കാനുള്ള ഒരുക്കത്തിലാണേ. ആദ്യം അമ്പലത്തിലോട്ട് പോയി വന്നതിന് ശേഷമാണ് വിളക്കൊക്കെ ഒന്ന് കഴുകി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കുന്നത്. എന്നാൽ പിന്നെ ഇതിനൊരു കുറവ് വേണ്ട. മക്കളെ സ്കൂളിൽ വിടാൻ നേരത്ത് ഇത് എൻ്റെ കണ്ണിൽ മുക്കുറ്റി പെട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് തലയിൽ ചൂടാം. പിന്നെ അതിൻ്റെ ചാന്തും കൂടെ അരച്ചൊന്ന് തൊടുകയും കൂടെ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന് മുന്നിലത്തെ ദിവസം, അതായത് എനിക്ക് ഇന്നത്തെ ദിവസം ഹാപ്പി ആവാൻ വേണ്ടി ഞാൻ ഇന്നലെ മുതൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണേ. അതാണ് നമ്മുടെ ക്ലീനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. കർക്കിടകം പിറക്കുന്നതിന് മുമ്പേ വീട്ടിലെ ചേഷ്ട കളയാന്നൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ക്ലീനിങ് ഉണ്ടായിരുന്നു, കർക്കിടകത്തിന് മുന്നേ ക്ലീനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നൊരു കാര്യമാണ് കർക്കിടകം പിറക്കുന്നതിന് മുമ്പിൽ ക്ലീനിങ്. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് നാളെ കർക്കിടകം ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ ഒന്നൊക്കെയില്ല, ചാടിത്തുള്ളി ക്ലീനിങ്ങിനങ്ങ് പുറപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഇതേ നമ്മുടെ ബെഡ്റൂമിലൊന്ന് സെറ്റാക്കുന്നുണ്ട്. ഞാനൊരു റൂം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇത് തന്നെ അപ്പുറത്തെ റൂമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. AC ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ട് 2 റൂമിലത്തെയും. അതുപോലെ ഫാൻ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേർട്ടൻസ് ഒക്കെ ഒന്ന് വലിച്ച് ജനലൊക്കെ ജസ്റ്റ് തുടച്ചിട്ടിട്ടുണ്ട്. മുന്നേ ദിവസം ഞാൻ ചെയ്തായിരുന്നു, അതുകൊണ്ട് അധികം പൊടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ സമാധാനം. അപ്പോൾ AC ഫിൽറ്റർ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെള്ളമൊക്കെ ഒപ്പി എടുത്തിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് തണുപ്പൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. AC ഫിൽറ്റർ എന്തായാലും അഴുക്കായിരിക്കും. അത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഇതുപോലെ ലാഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഞാനത് തിരിച്ചവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജനലും കൂടെ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കാം. താഴെ മുകളിലും കതകും അതുപോലെ വിൻഡോസും എല്ലാം തന്നെ നമുക്ക് ഒന്ന് തട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറുന്നുണ്ട്. എന്തായാലും നാളെ 1-ാം തീയതി അല്ലേ, അതിന് മുന്നേ നമുക്ക് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റാം. പറ്റുവാണെങ്കിൽ ബെഡും പില്ലോസും ഒക്കെ ഒന്ന് വെയിലുള്ള ദിവസമായിരുന്നു എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്, അതായത് 1-ാം തീയതി മുന്നിലത്തെ ദിവസം. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ വെയിലത്തോട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ ബെഡ് പൊങ്ങാത്തതുകൊണ്ട് ഈ ബെഡ് എടുത്തിട്ടില്ല. പക്ഷേ മക്കളുടെ ബെഡൊക്കെ ഞാനെടുത്ത് പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് വെയിലത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ റൂം കയ്യോടെ തന്നെ കട്ടിലിൻ്റെ അടിയും എല്ലാം തന്നെ ഒന്ന് അടിച്ച് വാരിയെടുക്കാം. പൊടി അധികം ഇല്ല കേട്ടോ, എന്നാലും കുറച്ചുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ റൂം അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ബാത്റൂമിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസം പിറക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം തന്നെ ഒഴിവാക്കാം. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് തന്നെ ബാത്റൂം ഡിക്ലർ ചെയ്തിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ എനിക്ക് കിട്ടി. അതൊക്കെ ഞാനിതേ പഴയ ബ്രഷ്, പഴയ നമ്മളെന്തെങ്കിലും ഉപയോഗിക്കാത്ത കുറച്ച് നാൾ മുന്നേ ഉള്ള ഷേവിങ് സെറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇല്ലേ. പിന്നെ നമ്മളിതുപോലെ ഒരു കുഞ്ഞു ബിന്ന് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യം മുടി, സാനിറ്ററി പാഡ്സ് അതൊക്കെ ഇടാം. അതൊക്കെ നമുക്ക് പിന്നെ മാറ്റിയെടുത്താൽ മതിയാലോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടിരുന്ന എല്ലാ മാറ്റുകളും കൊണ്ടുപോയി ഞാനിതേ വെള്ളത്തിലൊന്ന് കുതിർത്താനിട്ടിട്ടുണ്ട്. ഇന്ന് എന്തായാലും നല്ല വെയിലുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാണ് കുതിർത്തിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ലോഷനും കൂടെ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ എന്താണ് പാത്രം കഴിച്ച് കഴുകുന്നയോ അല്ലെങ്കിൽ ബാത്റൂം കഴുകുന്നയോ അങ്ങനെ എന്തെങ്കിലും നല്ല മണമുള്ളൊരു ലോഷനും കൂടെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലെ ചവിട്ടിയുണ്ട്, അതും ഒന്നെടുത്ത് പുറത്തിട്ടിട്ട് അതൊന്ന് കഴുകിയിടുന്നുണ്ട്. എന്തായാലും വെയിലുള്ളത് കൊണ്ട് അത് ഞാൻ നേരത്തെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു റൂം ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത റൂം ക്ലീൻ ചെയ്യാനായിട്ട് പോയി കുതിർത്തതിന് ശേഷം. എന്നിട്ട് ആ റൂം ചെയ്തതിന് ശേഷമാണ് ഞാനിത് കഴുകാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റൂം ചെയ്യുന്നതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും പറയും നീ എന്തുവാണ് ഈ കാണിക്കുന്നത്, എപ്പോഴും ഒരു ക്ലീനിങ്, വീട്, അത് ഇത് എന്നൊക്കെയുള്ള വീഡിയോസാണെന്ന്. പക്ഷേ ഇതില്ലേ എൻ്റെ സന്തോഷമാണ്, നമ്മുടെ സന്തോഷമാണ്. നമ്മളിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. മറ്റുള്ള ആൾക്ക് അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു അവകാശവും ഇല്ല കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അതിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ആൾക്കാർ കാണുമോ, അല്ലാത്ത ആൾക്കാർ കാണണ്ട, അത്ര തന്നെ. അപ്പോൾ ക്ലീനിങ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഏജിലെ ആൾക്കാരാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇത് മാത്രമല്ല, എനിക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. വീഡിയോ എടുത്തുകൊണ്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ, നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജനലും അതുപോലെ വാതിലും ഒക്കെ ഒന്ന്, ആ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് പണിയില്ല. അതിന് വലിയ
ആഴ്ചക്ക് ഒരു ഏരിയ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഡീപ്പ് ക്ലീൻ എന്ന് പറയുന്ന ഒരു സംഭവം ആഴ്ചക്ക് ഒരു സ്ഥലം, ഒരു സ്പേസ് എങ്കിലും വെച്ച് അല്ലെങ്കിൽ ഒരു റൂമെങ്കിലും വെച്ച് ചെയ്യുവാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമേ അല്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തീർക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കുറച്ച് പെൻഡിങ് വെച്ച കാര്യങ്ങളാണ് ഞാനിന്ന് ചെയ്ത് തീർത്തിട്ടില്ലേ എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ജനലിൻ്റെ ഒരു ഗ്ലാസ് ഒക്കെ തുറക്കലില്ലേ, ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അവിടുത്തെ ഈ ഒരു ജനൽ എനിക്ക് തുറക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്ന കാരണം അവിടെ മണിമുല്ലയുടെ ആ വള്ളി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഞാൻ തുറന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ മാറാലേക്ക് ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കാര്യമായിട്ട് അത് ഒന്നും ചെയ്യാനുണ്ടായിട്ടില്ല, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതിയായിരുന്നു. അപ്പം അതും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പണിയും കൂടെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കയ്യോടെ നമുക്ക് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് വിരിക്കാറാവും. അപ്പോൾ അത് ഞാൻ മറന്നു പോവാതെ ആ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. പണ്ടെല്ലാം ആൾക്കാർ പറയും കർക്കിടക മാസം പഞ്ഞമാസമാണെന്ന്. ഇപ്പം അങ്ങനെ പഞ്ഞമാസം എന്ന് പറയാനൊന്നുമില്ല അല്ലേ. എന്തായാലും നമ്മുടെ ഒരു വീട്ടിലൊരു ഐശ്വര്യവും ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയും വീട്ടിലെ ആൾക്കാർക്കും ഒരു നല്ലൊരു മനസ്സുഖവും ശാരീരിക സുഖവും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഞാനിത് നമ്മുടെ തുടക്കാനായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പിൻ മോപ്പാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ മറ്റേ മോപ്പല്ല, സ്പിൻ മോപ്പാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ അല്പം കല്ലുപ്പും അതുപോലെ ഒരു നല്ല മണമുള്ള എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ബ്രൂട്ട് ഓയിലാണ് എടുക്കുന്നത്. അതിന് നല്ലൊരു മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണമാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം. അകമൊക്കെ ഓൾറെഡി ഞാൻ അടിച്ചു വാരി ഇട്ടതുകൊണ്ട് തന്നെ അധികം പൊടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. നമ്മുടെ തറയൊക്കെ ഡെയിലി ബേസിൽ തന്നെ ഇപ്പം തുടക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനൊന്നും വലിയ പണിയില്ലാന്ന് തന്നെ പറയാം. ഡെയിലി തുടക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ പിങ്കിമോളാണ് കേട്ടോ. പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഇതേ ഒന്ന് അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബെഡൊക്കെ ഒന്ന് അകത്ത് ഇടാനായിട്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കാം നമുക്ക്. അപ്പോൾ അവരുടെ ബെഡ് തന്നെയാണ്. അപ്പോൾ അവൾ വേഗം വന്നിട്ട് ആ ബെഡൊക്കെ ഒന്ന് വെയിൽ കൊണ്ടപ്പോൾ തന്നെ ഇല്ലേ, അത് നല്ലൊരു സോഫ്റ്റായി, നല്ലൊരു അതിനൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി നല്ല ഇതായി. പിന്നെ പായയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും കഴുകിയിടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാനിത് അകത്തോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം രാവിലെയല്ല, ഒരു 12 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം വരെ ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് ചുറ്റുപാടൊന്ന് അടിച്ചു വാരാം കേട്ടോ. ഈ ഒരു ദിവസം ഞാൻ എല്ലാം തന്നെ അടിച്ചു വാരിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ എല്ലാ ചുറ്റുപാടില്ല, ഫ്രണ്ടിൽ മാത്രം അടിക്കും, ചില ദിവസം പിറകിൽ മാത്രം, അങ്ങനെയാണ്. ഇന്ന് ഞാൻ എല്ലാ സൈഡിലും അടിച്ചു വാരിയിട്ട് എല്ലാം കൂടി കൊണ്ടുപോയി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചേഷ്ട കളയാന്ന് പറയുന്നത് തന്നെ മുഴുവൻ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജീനെയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കത്തിക്കും. അതങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ അറിവിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കരിയിലേക്ക് ഒന്ന് വാരി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു. കത്തിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം എന്ന് പറഞ്ഞിട്ട് ടൈം കുറേ അങ്ങോട്ട് പോയായിരുന്നു. പിന്നെ ഇതെനിക്ക് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ആ ഒരു മനോഭാവമായിരുന്നു. അപ്പം അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ദിവസം അങ്ങോട്ട് മുഴുവൻ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ, അതായത് 1-ാം തീയതി രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് മക്കളൊക്കെ പോയതിന് ശേഷം ഞാൻ കുറച്ച് തുളസിയും നമ്മുടെ കുറച്ച് ശംഖുപുഷ്പവും കുറച്ച് തെച്ചിയും ഒക്കെ പറിച്ച് വന്നിട്ട് നമുക്കൊരു കുഞ്ഞൊരു എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു ഉരുളി ഉണ്ടല്ലോ, അതിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഡൈനിങ് ടേബിളാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇത്രയും പൈസ കൊടുത്തിട്ട് എന്തിനാ ഇതിന് മാത്രം സാധനം വാങ്ങിക്കുന്നതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പല പ്രൊഡക്റ്റും ഇല്ലേ നമുക്ക് കൊളാബ് കിട്ടും. ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കൊളാബറേഷൻ കിട്ടാറുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി പ്രൊഡക്റ്റൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞൊരു ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഇൻഡോർ പ്ലാന്റൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് വളരെ ചെറുതാണ്, ആ ഒരളവിലാണ്. പക്ഷേ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ കിച്ചണിലൊക്കെ വെക്കാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ ചെറുതാണ്, എനിക്കൊന്ന് ഒട്ടിച്ച് വെക്കണം. 10 എണ്ണം ഉണ്ട്, 10 എണ്ണമാണ് വന്നേക്കുന്നത്. ഇല്ലേ, ഇത് നല്ല അടിപൊളി മണമുള്ള 12 പാക്കറ്റ് വരുന്ന ബഹൂർ സ്റ്റിക്കാണ്. അടിപൊളി മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇത്രയും നല്ലതാണെന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്നേ ഉള്ളൂ. നല്ല റേറ്റ് കൊടുത്താൽ ഞാനൊരു ബഹൂർ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇത് റേറ്റും കുറവാണ്, നല്ല മണവും ഉണ്ടായിരുന്നു. നല്ലതുപോലെ പുകയുന്നു, നമുക്ക് ആ റൂം നിറച്ചൊരു മണം കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്, നിങ്ങളെ
നിങ്ങളെ തുറന്ന് കാണിക്കുന്നില്ലല്ലോ. ഞാൻ ഉപയോഗിച്ച് നോക്കി. പിന്നെ ഇതിന് ഇതുപോലെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ആ ഒരു പാക്കറ്റിൽ ഒരെണ്ണത്തിൽ 10 എണ്ണം വെച്ച് വരുന്നുണ്ട്. ഈ സെറ്റ് പാക്കറ്റ് 12 എണ്ണം വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അപ്പം എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. പല പല ഫ്ലേവറിലുണ്ട് കേട്ടോ. ഒരു മണമല്ല, പല മണങ്ങളാണ് ഓരോ ദിവസമായിട്ട് കത്തിക്കുക. നമുക്ക് എന്തായാലും ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് നല്ല മണങ്ങൾ, അതായത് വീട്ടിൽ നല്ല പുകയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ നല്ലോണം ഒന്ന് പുകച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം എന്താണ് കുന്തിരിക്കൊക്കെ ഇട്ടിട്ട് പുകച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ദിവസവും ഓരോ സ്റ്റിക്ക് എടുത്ത് കത്തിച്ചാൽ മതി. ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലേവറിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മണങ്ങളിൽ 10 എണ്ണം വരുന്നുണ്ട്. ഒരു പാക്കിൽ 10 എണ്ണം. ഇങ്ങനത്തെ 10 സാധനമാണ് ഒരെണ്ണം. പിന്നെ ഈ ഒരു സാധനം കൂടിയിട്ടാണ് ഒരു പാക്കേജിൽ വരുന്നത്. അപ്പം അങ്ങനത്തെ എണ്ണമുണ്ട്. ചെമ്പകം, ലില്ലി, ലോട്ടസ്, കേസർ, ലാവൻഡർ, ലെമണ്, നല്ല മണമുണ്ട് കേട്ടോ ലെമണിനൊക്കെ. പിന്നെ ചന്ദനത്തിന് നല്ല മണമുണ്ട്. എന്തായാലും ഈ കറികളത്തിൽ എനിക്ക് വളർച്ചിട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ അത്രയും നല്ല സാധനമൊന്നും അറിയില്ലായിരുന്നു. സൂപ്പർ. അത്ര പെർഫെക്ഷൻ ഇല്ല, എന്നാലും നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണെന്ന് തോന്നുന്നത്. ഒന്ന് ഡെക്കോറാക്കി വെക്കാനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. ഗുവ സ്റ്റാൻഡ് വാങ്ങിച്ചായിരുന്നു. നല്ലതാ. ഞാൻ ഉപയോഗിച്ച് കൊല്ലത്തില്ല. മൊത്തം കരിപുരണ്ട ജീവിതമായിരിക്കും. ഇതുപോലത്തെ സ്റ്റിക്കുകളില്ലേ, ഓപ്പോസിറ്റ് അല്ലാത്ത ടൈപ്പ് ഇങ്ങനത്തെ സ്റ്റിക്കുകളില്ലേ, അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സ്റ്റിക്കുകൾ ഞാൻ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയൊക്കെ പോയിക്കാറുണ്ട്. പിന്നെ നമുക്ക് കുന്തിരിക്കും സാമ്പ്രാണിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടില്ലേ, അത് ചിരട്ടയോ അല്ലെങ്കിൽ ചകിരിയോ ഒക്കെ കരിച്ചിട്ട് അതും പുകയ്ക്കാറുണ്ട്. മാറി മാറി ചെയ്യാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, പുകയ്ക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീനെ കളയാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു പുകയ്ക്കുക എന്നുള്ളത്. ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം. മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്, നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീനെ എങ്ങനെ മാറ്റാമെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം ഇത് ഇങ്ങനൊരു പാക്കേജിലാണ് വരുന്നത്. 20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ചെറിയൊരു പാക്കിന്. അപ്പം അതും ഞാനിതുപോലെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഒന്ന് കത്തിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ അത് വെക്കാനുള്ളൊരു ചെറിയൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് ഓരോ പാക്കേജിങ്ങിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റാൻഡ് ചെയ്യേണ്ടത് അവിടെ വെച്ചാൽ മതി. നല്ല മണമാണ്. അതുപോലെ ഇതേ നല്ലതുപോലെ പുകയുന്നുണ്ട് കേട്ടോ. പുകയ്ക്ക് പുകയുണ്ട്, മണത്തിന് മണമുണ്ട്. അപ്പം രണ്ടിനും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനിതേ ഒരെണ്ണം പുകച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിലില്ലേ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ടാഗ് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.